ഓണാശംസകളോടെ എല്ലാ കൂട്ടുകാരെയും ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതിസുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ചടപടാന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ശർക്കര പായസമാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു പാൽപ്പായസമാണ്, ബ്രെഡ് കൊണ്ടുള്ളൊരു പാൽപ്പായസം. പായസം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ആ ചൂട് കൂടുതലുള്ള പോർഷൻ മാത്രം നന്നായി മെൽറ്റായി പിന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ ഷുഗർ മുഴുവൻ നന്നായിട്ട് മെൽറ്റായി കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഷുഗർ കാരമലൈസ് ചെയ്തതിലേക്ക് നമുക്ക് 1/2 കപ്പോളം ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പതുക്കെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി, അതിൽ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നന്നായി ഇളക്കി അലിയിച്ചെടുക്കണം. ഇത് പിന്നെ ഒരു സിറപ്പ് പരിവാവുന്ന വരെ നമ്മളിതുപോലെ ബോയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം നല്ല തിക്കായി നല്ല സിറപ്പ് പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ ഉരുളിയിലൊക്കെ നമുക്ക് പായസം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും, കാണാനും നല്ല ലുക്കായിരിക്കും. പിന്നെ നമ്മൾ വളരെ കുറച്ചളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയത്. നെക്സ്റ്റ് ഇതിലേക്ക് 3 പീസ് ബ്രെഡ്, 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ കൈകൊണ്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത്. ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രെഡായാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ പീസസിലേക്ക് ആ കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ബ്രെഡിൻ്റെ പീസ് ഇപ്പോൾ വലിയ പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ നന്നായി വരട്ടിയെടുത്ത് നല്ല പൊടിഞ്ഞ പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. ബ്രെഡിൻ്റെ പീസ് നന്നായിട്ട് ആ കാരമലിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുക്കണം. ആ ബ്രെഡിൻ്റെ കളറ് നല്ല ബ്രൗൺ കളറ്, ആ കാരമൽ നന്നായി പിടിച്ച് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. അടുത്തായിട്ട് ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും, മുന്തിരിയുടെ ഉണക്കമുന്തിരി അധികം താല്പര്യമില്ല, അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി ലൈറ്റ് ബ്രൗൺ കളറിലേക്കൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 സ്ലൈസ് ബ്രെഡിന് 3 കപ്പ് പാല്, അതാണ് കണക്ക്. പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പായസത്തിന് എത്ര തിക്നെസ് വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 2 മുതൽ 3 ഗ്ലാസ് വരെ, 3 ഗ്ലാസ് ആകുമ്പോൾ ഈ ഒരു തിക്നെസ് പാകമാണ്. ഇനി കുറച്ചും കൂടി കട്ടിയായിട്ടാണെന്ന് വെച്ചാൽ 2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ കട്ട കെട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇളക്കി റെഡിയാക്കണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1/4 കപ്പ് നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് എടുത്തിരുന്നു. ഇനി മധുരത്തിനനുസരിച്ച് ഞാൻ 1-2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഏലക്ക പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം.
അങ്ങനെ ചടപടേന്ന് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് ഈ വെറൈറ്റി പായസം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. ഓണാശംസകളോടെ നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.